2 3 ഇല ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അരിമ്പാറ കളയാൻ മുട്ടുവേദനയ്ക്ക് ഒരു തൈലം, കൊട്ടൻ ചുക്കാതി ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക, ഒരു പാനിനകത്തോട്ടിട്ട് ഇതിനെ പാനിനകത്തിട്ട് അങ്ങ് ചൂടാക്കണം. ഈ ഒരു ഇല പാനിനകത്ത് ചൂടായി അത്യാവശ്യം ഇതൊന്ന് വാടി വരുമ്പോൾ, ഇപ്പൊ ഉപ്പൂറ്റി വേദന ഉള്ളവരാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ ഉപ്പൂറ്റിയുടെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒരു തുണിയോ വല്ലതും വെച്ച് കെട്ടി വെക്കണം. തുണിയോ വല്ലതും വെച്ച് കെട്ടി വെച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റിലീഫ് ആയിരിക്കും. ആ വേദനയ്ക്ക് നല്ല സുഖം ഉണ്ടാവും. അപ്പൊ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 3 ദിവസം അടുപ്പിച്ച് ചെയ്തോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉപ്പൂറ്റി വേദന മാറിയിരിക്കും. കാര്യം കൂടുതലും ഈ ഉപ്പൂറ്റി വേദന വരാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൈലിട്ട തറകളായിരിക്കും നമ്മളുടെ എല്ലാം വീട്ടിൽ ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ ടൈലിട്ട തറയിലൂടെയാണ് വീട്ടിലെ അമ്മമാരായാലും മറ്റു ആൾക്കാരൊക്കെ ചെരുപ്പിടാതെ ഈ ടൈലിനകത്ത് നടക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ഉപ്പൂറ്റി വേദന വരാനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ ഒരു 2 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉപ്പൂറ്റി വേദന പൂർണ്ണമായിട്ടും മാറും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ടുവേദനയാണ്. മുട്ടുവേദന വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം വണ്ണമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മുട്ടുവേദന വരാൻ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു ഏറ്റവും വലിയൊരു മാറ്റം വരുത്താൻ പറ്റിയ ഒരു ഇലയാണ് ഈ പറയുന്ന എരിക്കിൻ്റെ ഇല. ഞാൻ ഈ പറഞ്ഞ പോലെ തൈലം, അതായത് കൊട്ടൻ ചുക്കാതിയോ പോലുള്ള എന്തെങ്കിലും തൈലമോ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുട്ടുവേദന മാറിയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വെളിച്ചെണ്ണയിൽ 2 3 ഇല ഇട്ട് ഒന്ന് ഇതേ വാട്ടിയെടുത്തതിന് ശേഷം ആ എണ്ണയോടെ അല്ല തൈലത്തോടെ തന്നെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ മുട്ടിലിങ്ങനെ വെച്ചിട്ട് ഒരു തോർത്തോ അല്ല എന്തെങ്കിലും ഒരു തുണിയോ വെച്ച് നല്ല രീതിയിൽ കെട്ടി മുറുക്കി ടൈറ്റ് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ മുട്ടുവേദന മാറിയിരിക്കും. അപ്പോൾ എരിക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും എരിക്കിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ.